ഹലോ ഗൈസ്, വീണ്ടും നമ്മളൊരു വൺ ഡേ ട്രിപ്പാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മിനി ഡാമിലേക്കാണ് കേട്ടോ. തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് ചിമ്മിനി ഡാമിൽ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ചൊക്കന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തൂക്കുപാലം കണ്ടതിന് ശേഷം ചിമ്മിനി ഡാമിൽ പോകാമെന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പോൾ ഈ വഴിയിൽ നേരെ പോകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ടേണിങ്ങിൻ്റെ അവിടെ സ്ട്രെയിറ്റ് പോയാൽ അവിടെ ഒരു തൂക്കുപാലം ഉണ്ട്. അങ്ങനെ നമ്മൾ ചൊക്കനയിലുള്ള തൂക്കുപാലത്തിൻ്റെ അവിടേക്കാണ് പോകുന്നത് കേട്ടോ. തൂക്കുപാലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നൈസ് പണി കിട്ടി, അവിടെ പടച്ചു വെച്ചേക്കാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ എടുത്തു. അവിടെ നല്ല രസമുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ തൊട്ട് ഒരു ഇത് കണ്ടോ, ഒരു ചെറിയ പുഴയുണ്ട്. അവിടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നേരെ ഇപ്പോൾ കാണുന്നത് പാലപ്പള്ളി ജംഗ്ഷനാണ്. അത്യാവശ്യം കടകളൊക്കെ ഇവിടെയുള്ളൂ. ഇവിടെ നിന്ന് വിട്ടാൽ പിന്നെ അധികം കടകളൊന്നുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് സൈഡും ഫുള്ള് റബ്ബർ ആയിട്ട് ശരിക്കും നല്ല ഭംഗിയാണ്. ഇതിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒരു രസമാണ് ഇത് കണ്ട്. ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ പല വീഡിയോകൾ കാണാൻ ഇൻസ്റ്റാ റീൽസിലൊക്കെ ഉണ്ടാവും. അതായത് ഡ്രോണിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസിൽ ഒരുപാടുണ്ട്. ഈ ഭാഗത്ത് റോഡ് ഡ്രോണിൻ്റെ വീഡിയോയിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ഇത് പിന്നെ പോകുന്ന വഴിയിൽ നമുക്കൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ഇവിടെ ചെറിയൊരു മാമൻ്റെ ഒരു ചെറിയ കടയുണ്ട്. ഉപ്പിലിട്ട ഐറ്റംസ്, തൊട്ടപ്പുറത്ത് ഒരു ഐസ്ക്രീമിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വെള്ളമാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ അത്യാവശ്യം കുട്ടികൾക്ക് ഇറങ്ങാം, കുളിക്കാം. കുഴപ്പമില്ല, അത്ര അപകടം പിടിച്ചൊരു ഏരിയ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് യാത്ര ചെയ്യാനായിട്ട്. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റിന് ചാർജ് ഉണ്ട്. രാവിലെ 8 മണിക്ക് ഓപ്പൺ ആവും, 5 മണി വരെയാണ് ടൈം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 1:30-2 മണി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ സ്ഥലത്തെ ഫുഡ് നല്ലതാണെന്ന് അവിടുത്തെ സാറുമാരും പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് 2 റോഡുണ്ട്. നമ്മൾ ലെഫ്റ്റിലുള്ള റോഡിനാണ് പോയ എളുപ്പം. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ചെല്ലുക. നമ്മൾ ആ വഴി എടുത്തു. പിന്നെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ചൊക്കെ ഇവിടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്യാവശ്യം പൈസയൊക്കെ കയ്യിൽ വയ്ക്കുക. ഗൂഗിൾ പേ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാവില്ല. അതൊരു ചെറിയ പ്രശ്നമാണ് കേട്ടോ. പിന്നെ ഇവിടെ കുട്ടവഞ്ചി സവാരിയുടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. 400 രൂപയാണ് ചാർജ്. 4 പേർക്ക് പോകാം. പിന്നെ ഇവിടെ ഒരു ചെറിയ ഔഷധോദ്യാനമുണ്ട്. അതുപോലെ തന്നെ ഇതന്നെ അവിടുത്തെ വാഷ്റൂമൊക്കെ. അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔഷധ സസ്യങ്ങളുണ്ട്.
അവിടെ നിന്ന് അങ്ങനെ താഴേക്ക് വന്നാൽ അടിപൊളിയാണ്. നല്ല ഊഞ്ഞാലുകളും വലിയവർക്ക് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് അവിടെ ഇരിക്കാനും. നല്ല ഫ്രഷ് എയറും എല്ലാം കൊണ്ടും നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ എത്തിയതും ഏകദേശം ഒരു 3:30-4 മണി ആ സമയമൊക്കെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എത്തായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെ പിന്നെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 7 മണിക്ക് ഞങ്ങൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അതിന് 600 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യണത്, 3 മണിക്കൂർ. അത് നമ്മുടെ കൂടെ ഗൈഡ് വരും. അങ്ങനെയാണ് പോകുന്നത്. കുട്ടവഞ്ചി ഒരു ഏകദേശം 20 മിനിറ്റാണ് നമ്മൾ പോയിട്ട് വരുന്നത്. പോയിട്ട് വന്നിട്ട് അവസാനം ഇവർ ഈ ജാതി കറക്കം കറക്കി എല്ലാവരും കിളി കളഞ്ഞിട്ടാണ് ഇറക്കി വിടുന്നത് കേട്ടോ. അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും അതൊക്കെ കണ്ടപ്പോൾ ആളുകളും വിച്ചിട്ടനും ഇളക്കുട്ടിയും സച്ചു എല്ലാവർക്കും കൊട്ടവഞ്ചി പോകണം എന്നുള്ള ആഗ്രഹം കയറി. അപ്പോൾ ഞങ്ങളും ഒരു കൊട്ടവഞ്ചിയിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും പോകാം. അപ്പോൾ എന്തായാലും വിച്ചുട്ടിനെയും കയറ്റി. അതിൻ്റെ ഇടയിൽ ആളുടെ വെള്ളത്തിലിട്ട് കൈ വീശാൻ തുടങ്ങി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നമ്മളങ്ങനെ വെള്ളത്തിൽ കൈയിടരുത്, അതിൽ നീർനായുണ്ട്. ഈ ഡാമിൽ നീർനായ്ക്കളുണ്ട്. നമ്മൾ കൈയൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടാൽ ചിലപ്പോൾ ഒന്ന് കടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ കൊട്ടവഞ്ചിയിൽ പോകണവർ ശ്രദ്ധിക്കുക, കൈയൊന്നും വെള്ളത്തിലേക്ക് ഇടരുത്. എന്തായാലും കൊട്ടവഞ്ചി പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ കൊട്ടവഞ്ചി സവാരി കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തുമ്പോൾ ഫുൾ ആൾക്കാരായിട്ടോ, നിറച്ച ആൾക്കാരായിട്ടുണ്ട്.
എന്തായാലും നമ്മുടെ തൃശ്ശൂരിലെ വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ചിമ്മിനി ഡാം. ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അന്ന് ഞങ്ങൾ പോകാൻ നിൽക്കുന്ന സമയത്ത് അവിടെ ആന റോഡിൽ ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.